സെറ്റാക്കി തന്നു കറിവേപ്പിലും ചാമ്പിക്കോ. ആ പൊളി പൊളി. അൽബ നാട്ടിലെവിടെ? ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെവിടെ? ചിറ്റഗോങ്. നമ്മളെക്കാട്ടി അടിപൊളിയായിട്ട് മലയാളം പറഞ്ഞിട്ടില്ല. സുഖല്ലേ? ആ ചായ കുടിച്ചാ? ഇവിടെ മലയാളിനെക്കാട്ടി സൂപ്പറായിട്ട് ബംഗാളികളാണ്ട മലയാളം പറയുന്നത്. പൊളി പൊളി. അങ്ങനെ പിന്നെ നമ്മളിപ്പോ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിയൂർ മാർക്കറ്റിലാണ് കേട്ടോ. ഇവിടെ തന്നെ ഒരു ബിസിനസ് ഹബ്ബാണ് അവിയൂർ മാർക്കറ്റ് എന്നുള്ളത്. അപ്പൊ നമ്മളിന്ന് അവിയൂർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടാണ്. പിന്നെ നമുക്ക് നേരെ മാർക്കറ്റിനുള്ളിലേക്ക് പോയാൽ കേട്ടോ. ഇവിടെ കാണുന്നല്ല ഒരു ലോകം ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് അവിയൂർ മാർക്കറ്റിന്റെ റീറ്റെയിൽ ആയിട്ട് നമുക്ക് സാധനം കിട്ടുന്ന ഏരിയ. ഇവിടെ ഹോൾസെയിലായിട്ടും കിട്ടും കേട്ടോ. പിന്നെ ഇതിന്റെ മറുഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഗോഡൗണുകളാണ്. ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ ഇറക്കണം കേട്ടോ. അങ്ങനത്തെ വലിയൊരു ഏരിയയാണ് ഇതിന്റെ മറുഭാഗത്തുള്ളത്. പിന്നെ ആ സൈഡിൽ കാണുന്നത് യൂണിയൻ കോപ്പാണ് കാണുന്നത്. നമുക്ക് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകട്ടോ. അതാണ് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഭയങ്കര തിരക്കാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. വെറൈറ്റി വെജിറ്റബിൾസും പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കിട്ടും. നല്ല നോയ്സാണ്. എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. ഓരോരോ സ്റ്റാളുകളായിട്ടാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. എല്ലാവരുടെ ഐറ്റംസും ഉണ്ട്. ഇലവർഗ്ഗങ്ങൾ, അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിള്. അതും ഹ്യൂജ് ആയിട്ടോ. ബൾക്കായിട്ടും ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമുക്കിവിടെ എന്ത് സാധനം വേണമെങ്കിലും മേടിക്കാൻ പറ്റും. റേറ്റ് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് അറിഞ്ഞത്. എനിക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കട്ടോ. പത്തൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചില്ല, സൂപ്പറായിട്ട് ഡിസൈൻ വെച്ചില്ല. ഷമാമ് ഇവിടെ. പിന്നെ നമ്മളെ മേടിച്ച പത്തൊക്കെ ഇവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് കട്ട് ചെയ്തിട്ട് തരും കേട്ടോ. അങ്ങനെ കയറിയപ്പോ തന്നെ നമ്മളിത് ഒരു ചക്രമത്ത് മേടിച്ചിരിക്കണം കേട്ടോ. स्ट्रॉबेरी അടുത്തത് स्ट्रॉबेरी ഐറ്റംസ്. भाई स्ट्रॉबेरी कितना है? हाँ किलो 20 जरा किलो नहीं 20. ഇത് ചന്ത പോലെ തന്നെ കേട്ടോ. ഇത് ചന്ത പോലെ തന്നെ, ഒന്നും പറയാല്ല. ഇഷ്ടംപോലെ ആൾക്കാർ രാത്രി ഇങ്ങനെ വന്നിട്ട് ചന്ത പോലെ കിട്ടുക. പിന്നെ അവിടെ നോക്കുമ്പോൾ റീറ്റെയിൽ മേടിക്കുമ്പോൾ വലിയ ഇതൊന്നും കാണാനില്ല കേട്ടോ. വലിയ ഓഫറും കാര്യങ്ങളൊന്നും കാണാനില്ല റീറ്റെയിൽ മേടിക്കുമ്പോൾ. പിന്നെ അത് പറഞ്ഞ ഫ്രഷ് സാധനമാണ്. മറ്റുള്ളവർക്ക് ഓഫറുകളൊക്കെ നോക്കണ്ട, ഫ്രഷ് സാധനം എന്ന് പറഞ്ഞു. പക്ഷെ കടങ്ങളിലെ സാധനങ്ങൾ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല മത്തങ്ങ എടുക്കണം കേട്ടോ. മത്തങ്ങ ലോഡിറക്കി ചെയ്യും. ഇനി മിച്ചുബ നമ്മളെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിച്ചുബ ഹായ് പറഞ്ഞേ. ഹായ്. ആദ്യം പോയ സ്ഥലത്ത് ഞങ്ങളെ പറ്റിച്ചു ഗൈസ്. ഇത് ഈ ഇരിക്കുന്നതിന് ഒരു പീസിന് 10 രൂപ, വലുതായാലും ചെറുതായാലും 10 രൂപ എന്ന് പറയും. മറ്റൊന്ന് 1.75 വെച്ച് ഞങ്ങളെ പറ്റിച്ച്. മിച്ചുബ നമ്മളെ പറ്റിച്ച് പറയുടെ പറ്റിച്ച്. നീ മേടിക്കണ്ടെങ്കിൽ ഇനിയിപ്പ വെൽത്ത് ഒന്ന് എടുക്കും. വെൽത്ത് നോക്കിട്ട് ഒന്ന് എടുത്തോ. 10 രൂപ ഉള്ളൂ. വെൽത്ത് എടുത്തോ. പല സൈസിലാണ് ഇവിടെ കച്ചവടം. അങ്ങനെ നമുക്ക് ബാർഗെയിൻ ചെയ്യണം, എന്തെങ്കിലും നടക്കുള്ളൂ. ആദ്യം തന്നെ നമുക്കൊരു പറ്റിക്കൽ കിട്ടിയിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല. ഇവിടെ വളരെ ഭംഗിയിലാണ് ഇത് ഡിസൈൻ വെച്ചിട്ടുണ്ടോ. അടിപൊളിയായിട്ട് ഭംഗി വെച്ചിരിക്കുന്നു. പറഞ്ഞോ. ആ ഹലോ. ഇങ്ങനെ ഭയങ്കര പർച്ചേസിംഗ് കേട്ടോ. പക്ഷെ ഇവിടെ ഒന്നും വലിയ റേറ്റ് കുറവൊന്നുമില്ല കേട്ടോ. റേറ്റ് കുറവുണ്ടായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ സാധനങ്ങൾ നല്ല ഫ്രഷ് സാധനം ഉണ്ട്. വെജിറ്റബിൾ ആയാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ ഫ്രഷ് ആണ്. പുതിയ വന്ന സാധനങ്ങളാണുള്ളത്. കച്ചവടം തകിട് കൂടി കേട്ടോ. തിരക്കാണ്.
ചെറിയ ചക്കരം എന്താപ്പത് ഫുള്ള് ടേസ്റ്റ് നോക്കണ മുപ്പര്. നല്ല ഡിസ്പ്ലേ തന്നെ, സൂപ്പർ ഡിസ്പ്ലേ ഉണ്ടോ ഉണ്ടോ എന്താ രസം കാണാൻ. പിന്നെ 5 റുപ്യയുടെ സാമ്പാർ കഷ്ണം നമുക്ക് എത്ര ഉണ്ട് നോക്കട്ടാ ഇവിടുന്ന് കിട്ടുന്നത്. നമ്മൾ സാമ്പാർ കഷ്ണം പറഞ്ഞിട്ടുണ്ട്, 5 റുപ്യ സാമ്പാർ കഷ്ണം പറഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ട് എടുത്തോളിട്ടാ, കാര്യമായിട്ട് എടുത്തോളി, കാര്യമായിട്ട് എടുത്തോളി. നിങ്ങൾ നാട്ടിലെവിടെ? വല്ല തിരുവനന്തപുരം, തിരുവനന്തപുരം അയ്യോ. ഇവിടെ റേറ്റ് അല്ല, പുറത്ത് പൈസ ഇവിടുത്തെ പൈസ സെയിം തന്നെ ലാഭമല്ലേ? കനത്തിലായിക്കോട്ടെട്ടാ. ആ ആയിക്കാ എടുത്തോ. ആ നമ്മളെ സാമ്പാർ രസം നമ്മള് എടുക്കണട്ടാ അല്ലേ? വഴുതനങ്ങ, ക്യാരറ്റ്, അയവ, വെണ്ടക്ക, നെക്സ്റ്റ് പയറ്, ഓക്കെ. ഉള്ളിക്ക് വരാൻ പറ്റുമോ? ആ നീ വാ, നമ്മ ഉള്ളു പോയിട്ട് എടുക്കും. ഞങ്ങള് സാമ്പാർ രസം എടുക്കാൻ വേണ്ടി പോട്ടെ കൽവളെ. സാമ്പാർ രസം അങ്ങനെ. ഇത് ഈ മാർക്കറ്റ് ഇവിടെ തന്നെ ഉള്ളു ഇങ്ങനത്തെ ഒരു റീറ്റെയിൽ ഒന്നേ ഉള്ളു അല്ലേ? മറ്റുള്ളവർക്ക് ഗോഡൗണുകളൊന്നും ഉണ്ട് അല്ലേ? ഇതൊക്കെ വലിയ വലിയ ബൾക്കായിട്ടുള്ള ഐറ്റംസ്, പുറത്ത് സാധനം പോകണമെന്നുണ്ടല്ലേ? ചേന, കുമ്പളം, ഇനി എന്തായിട്ടുള്ളത്? മുരിങ്ങാക്കായി, എന്താ മുരിങ്ങ. ആ വരടാ, ടിക്ടോക്കിലാ ഇത് വരുന്നു പച്ചക്ക ചെറുതാണല്ലേ? കറിവേപ്പിലും ചാമ്പിക്കോ. ആ പൊളി പൊളി. കൽബ നാട്ടിലെവിടെ? ബംഗ്ലാദേശിലെവിടെ? ചിറ്റഗോങ്. നമ്മളെക്കാട്ടി അടിപൊളിയായിട്ട് മലയാളം പറഞ്ഞിട്ടില്ല. സുഖല്ലേ? ആ ചായ കുടിച്ചാ? കൽബാലെ ഇവിടെ മലയാളം സൂപ്പറായിട്ട് ബംഗാളികളാണ് മലയാളം പറയുന്നത്. പൊളി പൊളി. അപ്പൊ അങ്ങനെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്താണ് കേട്ടോ. അവിയർ മാർക്കറ്റിൽ വരുന്നത് ശ്രദ്ധിച്ചോളി. ബാർഗൈന്റെ മാക്സിമം എത്ര ചെയ്യാൻ പറ്റും അത്രയും ചെയ്തോളൂ. അല്ലാതെ നമ്മള് വെറുതെ ആളായിട്ട് നിന്ന് കഴിഞ്ഞാല് ഒരു പരിപാടിയും നടക്കില്ല. അപ്പോൾ അവിയർ മാർക്കറ്റിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ബൈ. ആകെ വേർത്ത ഈജായിക്കൊണ്ടോ എളുപ്പമല്ല. ഇനി അടുത്ത വീഡിയോയിലാണ്. ബൈ ബൈ.